അബുൽ ഹസൻ അലി നദവി എഴുതിയ ഇയാദത്തുൽ മരീദ് എന്ന ലേഖനമാണ്. ഇയാദത്തുൽ മരീദ് എന്ന് പറഞ്ഞാൽ രോഗിയെ സന്ദർശിക്കുക എന്നതാണ്. ദഹബ ഹാമിദ് അൽ മദ്രസ യോമുസബത്ത്. ഹാമിദ് ശനിയാഴ്ച മദ്രസയിലേക്ക് പോയി. ഫവജദ അന്ന സ്വദീഖഹു ഹുസൈൻ മാ ഹദറ ഫിൽ മദ്രസ. മദ്രസയിൽ പോയ സമയത്ത് തൻ്റെ കൂട്ടുകാരൻ ഹുസൈൻ സ്കൂളിൽ ഹാജറായിട്ടില്ല എന്ന വിഷയം അവൻ അറിഞ്ഞു. ഫസഅല, അപ്പോൾ അവൻ ചോദിച്ചു, അഖാഹു അലിയൻ, തൻ്റെ കൂട്ടുകാരൻ ഹുസൈൻ്റെ സഹോദരൻ അലിയിനോട് ചോദിച്ചു, അനിസബബി, അതിൻ്റെ കാരണത്തെക്കുറിച്ച്. ഫക്കാല, അപ്പോൾ അലി പറഞ്ഞു, ഇന്നഹു മഹമൂമു മിൻ യൗമിൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം മുതൽ അവൻ പനി ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. ഫഅസമ ഹാമിദ് അല യഊദഹു ഫിർ റുജൂഇ മിനൽ മദ്രസ. അപ്പോൾ ഹാമിദ് മദ്രസയിൽ നിന്ന് മടങ്ങിപ്പോണ സമയത്ത് അവനെ വിസിറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചു. ദഹബ ഹാമിദ് ഇല ബൈത്തി ഹുസൈൻ. അങ്ങനെ ഹാമിദ് ഹുസൈൻ്റെ വീട്ടിലേക്ക് പോയി. ഫസല്ലമ വസ്തഅദന, ഹുസൈനോട് സലാം പറഞ്ഞു, അവൻ്റെ വീട്ടിൽ കയറാനുള്ള സമ്മതം തേടി, പെർമിഷൻ ആവശ്യപ്പെട്ടു. ഫഹറജ അബു ഹുസൈൻ, അപ്പോൾ അബു ഹുസൈൻ പുറത്തു വന്നു. ഹുസൈൻ്റെ പിതാവ് പുറത്തു വന്നു. കാല ഹാമിദ് ഉപ്പനോട് പറഞ്ഞു, ഇനി ഉരീദു അന്നൗദ സ്വദീഖി ഹുസൈൻ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ ഹുസൈനെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫഖദ് അഖ്ബറനി, എനിക്കറിയാൻ സാധിച്ചു, എന്നോട് പറഞ്ഞു തന്നു, എനിക്കറിയിച്ചു തന്നു, അലിയ്, അവൻ്റെ സഹോദരൻ അലി എനിക്കറിയിച്ചു തന്നു, അന്നഹു മരീദുൻ, അവൻ രോഗിയാണെന്ന്. കാലബുഹു, ആ സമയത്ത് അവൻ്റെ ഉപ്പ പറഞ്ഞു, അതെ, ഇന്നഹു അസ്വാബത്തു ഹുമ്മ യോമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം മുതൽ അവനിക്ക് പനി ബാധിച്ചിട്ടുണ്ട്. യുംകിനു കൻ താവൂദോ, നിങ്ങൾക്ക് അവനെ വിസിറ്റ് ചെയ്യാം, യു ക്യാൻ വിസിറ്റ് ഹിം. ദഖല ഹാമിദ് ഉർഫത്ത ഹുസൈൻ. അങ്ങനെ ഹാമിദ് ഹുസൈൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. ഫറഅ ഹുസൈൻ മുൽത്തജിയൻ, ഹുസൈൻ അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. ഫസല്ലമ അലൈഹി ബിലുത്തുഫിൻ, വളരെ ദയത്തോടു കൂടി അവനോട് സലാം പറഞ്ഞു. വദന മിന്നു, അവൻ്റെ അടുത്ത് പോയി. വക്കാൽ, എന്നിട്ട് അവനോട് പറഞ്ഞു, കൈഫ ഹാലിക യാ അഖി, സഹോദര, എന്താ പാട്, എന്താ അവസ്ഥ? ആഫാഖ് അല്ലാഹു തആലക്ക് എത്രയും പെട്ടെന്ന് ആഫിയത്ത് നൽകട്ടെ. കാല ഹുസൈൻ, ആ സമയത്ത് ഹുസൈൻ പറഞ്ഞു, കഥ അസ്വാബത്തിനി ഉമ്മ യോമുൽ ഖമീസ്, എനിക്ക് വ്യാഴാഴ്ച മുതൽ പനി ബാധിച്ചിട്ടുണ്ട്. വസോറത്ത് ശരീരത്തിന് യോമുൽ ജുമുഅ, വെള്ളിയാഴ്ച അത് വളരെ ശക്തമായി. വഖഫത്ത് ഫില്ലയിൽ, രാത്രിയിൽ അത് കുറച്ച് ലഘുവായി, കുറച്ച് ആശ്വാസമുണ്ട്. ഒരാക്കിൻ, എങ്കിലും അഷ്കു സുധാവദ്വാറ, ഞാൻ ഇപ്പോഴും തലവേദന കൊണ്ടും തലകറക്കം കൊണ്ടും ഞാൻ പരാതിപ്പെടുന്നവരാണ്. അഷ്കു എന്ന് പറഞ്ഞാൽ പരാതിപ്പെടുന്ന പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും അനുഭവപ്പെടുന്നുണ്ട് എന്നർത്ഥം, തലവേദനയും തലകറക്കവും ഒക്കെ. ഒക്കെ അത് ലൗഫ്തു കതീറൻ, ഞാൻ ആകെ ദുർബലനായിട്ടുണ്ട്. കന്നി മരീദും മുൻപ് യോമിൻ അയ്യാമിൻ, ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ രോഗിയായതുപോലെ, കുറച്ച് ദിവസമായിട്ടുള്ള പനി ബാധിച്ചിട്ടുണ്ട്, എന്നാലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ രോഗിയായതുപോലെ ഞാൻ ആകെ വൈഫായിട്ടുണ്ട്. വലാസ്തഹി താമ, എനിക്ക് ഭക്ഷണത്തിനോടൊന്നും താല്പര്യമില്ല. കാല ഹാമിദ്, ആ സമയത്ത് ഹാമിദ് പറഞ്ഞു, ലാബസ് തൊഹൂറിൻ ഇൻഷാ അല്ലാ, നോ പ്രോബ്ലം, എല്ലാം റെഡിയാവും ഇൻഷാ അല്ലാ. വഹൽ ആദക്ക തൊബീബൻ, നീ ഡോക്ടറെ വിസിറ്റ് ചെയ്തോ? കാല ഹുസൈൻ പറഞ്ഞു, ഞാൻ അതെ. കഥ ആദാനി തൊബീബ് നംസീൻ, ഡോക്ടർ ഇന്നലെ എന്നെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് വന്നതാണെന്നർത്ഥം. മൊയ്തുഹു അല്ലാൻ, ഇപ്പോഴാണ്, ഇനി അടുത്ത ഡോക്ടറുടെ കൺസൾട്ടിൻ്റെ സമയം ഇപ്പോഴാണ്, ഇപ്പം വരുമെന്നർത്ഥം. ഒല മജ്ലിസ് ഹാമിദിന് ഇല്ലാ കലയിൽ, ഹാമിദ് അവിടെ അല്പസമയം ഇരുന്നിട്ടില്ല. അപ്പോഴേക്കും ഹത്ത ഹദറ തൊബീബ്, ഡോക്ടർ അവിടെ ഹാജറായി. ഫജസ്സ യദ ഹുസൈൻ, അങ്ങനെ ഹുസൈൻ്റെ കൈ പരിശോധിച്ചു. കാസ ഹറാറത്തിന്, അവൻ്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തു. ഉംതഹന സ്വദറ ബിസ്സമാത്തി, അവൻ്റെ നെഞ്ഞ് സ്റ്റെതസ്കോപ്പ് കൊണ്ട് പരിശോധിച്ചു. അബദൽ ഇർത്തിയാഹം, എനിക്ക് കുറച്ച് ആശ്വാസം വ്യക്തമായി. അബദനറ വെളിവായി, അൽഹറ ഇർത്തിയാഹ് എന്ന് പറഞ്ഞാൽ റിലാക്സ്, സുഖപ്പെട്ട് വരുന്നുണ്ട് എന്നർത്ഥം. ഒയ്യറ ഫിൽ വസ്വത്ത് കലീലൻ, അവൻ്റെ വിശേഷണങ്ങളിൽ, അവൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മാറ്റം സംഭവിക്കുന്നുണ്ട് അല്പാൽപമായി. ഒക്കാല, ഡോക്ടർ പറഞ്ഞു, ഇന്നഹു ബാരിയൻ ബിഹംദില്ല, അവന് അള്ളാഹുവിൻ്റെ ഹംദ്, അവന് സുഖപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. ഔസ അബാഹു ബിഐ യഹ്മിയ ഹുസൈൻ, പിതാവ് വസിയത്ത് ചെയ്ത് ഉപദേശം നൽകി. ബിഐ യഹ്മിയ ഹുസൈനെ മിൻ മാഇൽ ബാരിദി വസൈത്തീൻ, എണ്ണയും അതുപോലെ തണുത്ത വെള്ളമൊക്കെ ചൂടാക്കി കൊടുക്കണമെന്ന് ഉപദേശം നൽകി.
വൽ ഖുറൂജ് ഫിൽ ഹവായി, അതുപോലെ വത്താബി, ക്ഷീണത്തിൽ നിന്നും ഹവയിൽ നിന്നും അവനെ പുറത്താക്കണം എന്ന് പറഞ്ഞാൽ അകറ്റി നിർത്തണം എന്നർത്ഥം. ഇതിൽ നിന്നൊക്കെ പൊല്യൂഷനിൽ നിന്നും മറ്റൊക്കെ ആയിരിക്കും ഉദ്ദേശിച്ചത്. വഅൻ യസ്ഖിയഹുൽ ലബൻ, അവനെ പാല് കുടിപ്പിക്കണം. മാഷീരി വ അസീറൽ ഫവാക്കിഹ്, അതുപോലെ മാഷീർ എന്ന് പറഞ്ഞാൽ പായസം എന്നർത്ഥത്തിനായിരിക്കും. വ അസീറൽ ഫവാക്കിഹ്, അതുപോലെ ഫ്രൂട്ട്സ് ജ്യൂസുകളൊക്കെ അവനെ കുടിപ്പിക്കണം. വജലസ ഹാമിദ് കലീല, ഹാമിദ് അൽപ്പാടിരുന്നു. ഒക്കാല, എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലായിദ ഇതാ അത്തോലൽ ജുലൂസ് ഇന്ദൽ മരീൽ, ഒരു രോഗിയെ വിസിറ്റ് ചെയ്യുന്ന ആൾ അവൻ്റെ ഇരുത്തം ദീർഘിപ്പിച്ചാൽ, രോഗിയുടെ അടുക്കൽ അവൻ്റെ ഇരുത്തം ദീർഘിച്ചാൽ, ഷക്കാലഹി വാലാഹലി ബൈത്തി, അവൻ്റെ മേലും അവൻ്റെ വീട്ടുകാരുടെ മേലും അതൊരു പ്രയാസം ഉണ്ടാക്കും. ഫാസ്ത ദിനു വൻസരിഫ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പോവാൻ സമ്മതം ചോദിക്കുന്നു, ഞാൻ പിരിയുന്നു. വാവുതു, ഞാൻ മടങ്ങുന്നു. ഇൻഷാ അല്ലാഹ് വദൻ, വാവുതു ഇൻഷാ അല്ലാഹ് വദൻ, നാളെ ഞാൻ വീണ്ടും മടങ്ങി വരും ഇൻഷാ അല്ലാഹ്.